ചാനൽ. അപ്പോൾ ഇന്ന് അബിന്റെ ബർത്ത്ഡേ. ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട്. എനിക്കിന്ന് സന്തോഷമായിട്ട് 21 വയസ്സായി. ഫൈനലി ലീഗലി 21 വയസ്സായി. അപ്പോൾ ഗൈസ് അബിന് ഞങ്ങൾ കല്യാണം ആലോചിക്കുന്നുണ്ട്. അബിന് മാട്രിമോണിയിലൊക്കെ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെ ചുമ്മാ വരണമെന്നൊന്നുമില്ല, കഴിവില്ലാത്ത കൊച്ചാണ്. അബിൻ കൂൾ അങ്കിളാണ് ഗൈസ്. അബിൻ കല്യാണം ഒന്നും കഴിക്കത്തില്ല എന്ന് അബിന്റെ അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കല്യാണം ഒന്നും വേണ്ട, ഞാൻ കല്യാണം കഴിക്കണില്ല. പ്ലാൻ ബി കൂൾ അങ്കിൾ. അതെന്താ ഞങ്ങള് മാട്രിമോണി വന്നാൽ കെട്ടും കേട്ടോ. അബിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ അബിന് മാത്രമേ ഉള്ളൂ. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്ക് വേറെ ആരുടെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഇതാണ്ട് വിളില്ലേ കോളേജിൽ പോകാൻ പോണു ഗൈസ്. എന്റെ ബർത്ത്ഡേ ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് എങ്ങനെ ആഘോഷിക്കുന്നത് കാണിച്ചു തരാം. സോളോ വൈബ്. അബിന്റെ ബർത്ത്ഡേക്കാണ് ആരും ഇല്ലാത്ത, എന്റെ ബർത്ത്ഡേക്ക് എല്ലാരും. ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ ഞാൻ കാണിച്ചില്ലേ എങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന്. ഇന്ന് നമ്മൾ പൊളിക്കുമായിരിക്കും അല്ലേ? പൊളിക്കും ഗൈസ്, പൊളിക്കും. ഗൈസ് അങ്ങനെ വയറെല്ലാം ഫില്ലായി. ഇനി എന്ത് ചെയ്യണം? പൊളിക്കുമായിരിക്കും അല്ലേ? ഞാൻ ആലോചിക്കുന്നു, പൊളിക്കണം. എങ്ങനെ പൊളിക്കും? ഒറ്റയ്ക്കാണ്, അതാണ് സീൻ. ഗൈസ് നിങ്ങൾ F1 മാക്സിനല്ലേ കണ്ടിട്ടുള്ളൂ, ഇന്ത്യൻ മാക്സിനെ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. ചുടുന്ന ചാ റൈഡ് എങ്ങനെയുണ്ട് ഗൈസ്? പൊളിച്ചില്ലേ? ഡ്രിഫ്റ്റ് വേണ്ടോ? അടുത്ത ഡ്രിഫ്റ്റ് നോക്കി അവിടെ. വലിയൊരു ഇടി ഇടിച്ചു. പൊളിച്ചില്ലേ ഗൈസ്? എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തളർന്ന് ഒരു കരിക്ക് കുടിക്കാനായിട്ട് വന്നു. ഒറ്റയ്ക്ക് ആഘോഷിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ബോറടിക്കുന്നു. ബർത്ത്ഡേ എന്ത് ചെയ്താലും ഒറ്റയ്ക്ക് ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നതിന് ഒറ്റയ്ക്ക് ഒരു കേക്ക് കൂടെ വെട്ടിയാൽ ഞാൻ ഹാപ്പിയാവും. എൻ്റെ ബർത്ത്ഡേ ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിക്കും ഗൈസ്. അടിച്ച് പൊളിക്കണം. കരിക്ക് ഞാൻ ഒറ്റയ്ക്ക് വെട്ടാൻ പോകുന്നു. ഈ ചൂടത്ത് ഇങ്ങനെ ഒരു സാധനം കുടിക്കുന്ന ഗൈസ് എന്ത് ഫീൽ എന്നറിയാവോ? റിയലി ഐ മിസ് ഓൾ ഗൈസ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ബർത്ത്ഡേ കണ്ട ഞാൻ മാത്രം. എനിക്ക് അതിൽ നല്ല വിഷമമുണ്ട് ഗൈസ്. ഉള്ളിനുള്ളിലായാലും പുറത്തായാലും എല്ലാത്തിനും നല്ല വിഷമമുണ്ട് ഗൈസ്. യൂട്യൂബ് ആരാ? താങ്ക് യു. എൻ്റെ ബർത്ത്ഡേക്ക് മൈ ബർത്ത്ഡേ വിഷ് മീ. താങ്ക് യു. ഏട്ടാ ബയ്യ ഉണ്ട് എൻ്റെ അവിടെ. യൂട്യൂബ് ചട്ടമ്പി. ഭയ്യ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് വാട്ടർ മെലൺ ജ്യൂസ് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു. ഇതാണോ സ്നേഹം? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഓ യെല്ലോ കളർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫസ്റ്റ് വൺ ഫോർ യു ഭയ്യ. ഓ നോമ്പ്. ആ ചേട്ടൻ നോമ്പിലാണ് ഗൈസ്. നമുക്ക് ഇനി അകത്ത് കഴിക്കാം. സത്യം പറഞ്ഞ ഇപ്പോഴാണ് ബർത്ത്ഡേ ഒന്ന് വൈബായത്. എല്ലാം ചെയ്യണം. ചേട്ടാ ഷോപ്പ് വരുന്നത് ഗൈസ് കടക്കുട്ടം പാലത്തിന് ലെഫ്റ്റ് സൈഡ് തൊട്ട് താഴെയാണ് ഗൈസ്. നിങ്ങൾ വരുവാണെങ്കിൽ കരിക്ക് കുടിച്ചോ, വാട്ടർമെലൺ കഴിച്ചോ, എല്ലാം കഴിച്ചോ ഗൈസ്. ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും ബർത്ത്ഡേ ആഘോഷിക്കാൻ ആരെങ്കിലൊക്കെ വേണം ഗൈസ്. ഒറ്റയ്ക്കൊന്നും നടക്കത്തില്ല, ശോകമാണ്. ഭയങ്കര ലാഗായിരുന്നു. വണ്ടി കിടന്ന് ഉറങ്ങി എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഇന്ന്. പക്ഷേ ഹാപ്പിയാണ് ഗൈസ്, അത്രേ ഉള്ളൂ.
ഗൈസ് അങ്ങനെ രാവിലെ ബായ് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി മിഴിയോരം പനിനീർമണിയോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ ഇളം പൂവേ. ഇനി നമുക്ക് ആനീനെ എടുക്കാൻ പോകാം. മിഴിയോരം നിലാവലയോ പനിനീർമണിയോ കുളിരോ പറയൂ നീ ഇളം പൂവേ. അഭിനെന്തിനു വാങ്ങിച്ചു? എനിക്കാ വാങ്ങിച്ചു. ഏത് 16 പ്രോയാ? എത്ര സെറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാൻ? അശ്രയിച്ചിന് മുന്നേ പ്രാങ്ക് ചെയ്തവരെ മുകളിലെടുത്തിടാമോ? വേറെ എന്ത് ചെയ്യാൻ? അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഫോൺ എവിടെ വയ്ക്കുമെന്ന് നമുക്ക് ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് അവൻ്റെ കണ്ണിൽ കാണുന്ന സ്ഥലത്ത് നമുക്ക് വയ്ക്കാം, അവന് കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ചിലപ്പോൾ വന്നോണ്ട് കാണാൻ ചാൻസ് ഉണ്ട്, അവൻ കാണത്തില്ലായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ PS5ൻ്റെ അടുത്ത് വെച്ചാൽ ആ ഫോണ് പൊടിയ ഫോണ്, അവൻ്റെ പഴയ ഫോണ്. അവൻ എന്നിപ്പോൾ അവൻ താഴെ ഫോൺ വയ്ക്കണോ അപ്പം ഞാൻ അതിനടുത്ത് കൊണ്ടുപോയി നോക്കാം. വേറെ വല്ല ഐഡിയ ഉണ്ടോ? കേസ് അവൻ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുക്കും പോലെ സംസാരിക്കാം. അപ്പം അവിടെ കണ്ടുപിടിച്ചത് അവൻ്റെ എന്തോ സംസാരിക്കാൻ. കേസ് അബിൻ്റെ ബർത്ത്ഡേക്ക് അബി എന്ത് ചെയ്യണ നീ? പെട്ടെന്ന് വാ, എനിക്ക് വർക്കുണ്ട്. എന്തോന്ന് വർക്കൊന്നുമില്ല. അതിന്റെ വീഡിയോ വാ. അങ്ങനെ അബിന്റെ ബർത്ത്ഡേ തീർന്നിരിക്കുന്നു ഗൈസ്. ഓപ്പൺ ആയിട്ട് പറയാല്ലോ, ഒരു ഊള ബർത്ത്ഡേ ആയിരുന്നു. നീ പോലും എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന? ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഗൈസ്. അത് സിറ്റുവേഷൻ അങ്ങനത്തെ ആയതുകൊണ്ടാണ്. എനിക്ക് ഇത് ക്ലാസ്സിലൊക്കെ പോകാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. അല്ല, നിനക്ക് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്കാ ആഗ്രഹമുണ്ട്. ഇവ ഒരു നിമിഷം ആലോചിച്ചു, അതിനർത്ഥം അവന് ആഗ്രഹമുണ്ട്. പറ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്ന? ചൂട്. അഭിന്നിപ്പൊ ചൂട്, ചെറുതായിട്ട് ചൂട്. കളിക്കല്ലേ, ക്ലൂ തന്നായി. ചൂട് നിനക്ക്. ഇത് ഇങ്ങനെയല്ല കളിക്കേണ്ടത്. ചൂട് നിനക്ക്. അമ്മ എന്ത്? അമ്മ എന്നെ കുറച്ചേരം നോക്ക്. ഇവ അമ്മയുടെ കണ്ണു വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ചിരിക്കണ്, അമ്മ ചിരിക്കണ്. പതിവില്ലാതെ നിങ്ങൾ രാത്രി വീഡിയോ എടുക്കുന്നു. എന്താ അതിനല്ലേ ഞാൻ ഇപ്പൊ പറയുന്നത് ചൂടെന്ന്. ഉള്ള എന്നെ ഫോണുമല്ല ഉണ്ടാകത്ത്. നമ്മള് കളിക്കുന്ന കളി കണ്ട് നീ ആരെന്ന് വിചാരിച്ച് നീ കോളേജിൽ പോയിട്ട് എടുത്തിട്ട് വന്ന്? ഓ അത്ര എടുക്കാൻ സാധ്യതയില്ല, കാരണം നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു ഫുള്ള്. നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഓ ഓ ഓ കുറച്ച് മുന്നേ. ഇഷ്ടപ്പെട്ട? പിന്നെ ഇഷ്ടപ്പെടാ 16 Pro തന്നിട്ട്. കളർ ഇഷ്ടപ്പെട്ട? സിൽവർ കളർ നോക്ക്. കളറുള്ളോ? ആ ശരി, സൂപ്പർ. എന്താ എന്റെ അടുത്ത് ചെയ്യണത്? എന്നെ കളറാണ് ഇഷ്ടപ്പെട്ട? ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മേടിച്ചത്. നല്ല വിഷമാവുന്ന എന്റെ പ്രത്യേകം ഞാൻ മാത്രം തന്നെ. പക്ഷെ ഞാൻ ഉണ്ട് പേടിക്കാതെ. നമ്മളെന്തായാലും ഇവിടെ എത്തിയില്ലേ, മൈസൂരിൽ പോയി എന്തെങ്കിലും എടുത്താലോ? എന്തായാലും എടുക്കാം. എന്തുവേണേലും എടുക്കാം. നിനക്ക് ഫ്രീ ഓഫർ എന്റെ വക. എന്തുവേണേലും എടുക്കാം. സത്യം തന്നെ. സത്യം തന്നെ. ഇപ്പൊ എടുത്ത് എന്തുവേണേലും എടുക്കാം. 2 മിനിറ്റ്. എന്തോ എടുക്കാം. എന്തെങ്കിലും ഇഷ്ടമുള്ള എടുക്കാം. ചലഞ്ച് തന്നിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും എടുക്കാൻ പറഞ്ഞു. ഞാൻ ഐഫോൺ എടുക്കട്ടെ? ഐഫോൺ എടുക്കട്ടെ? ഏതെടുക്കാം ഐഫോൺ? കണ്ണു മുട്ടി ഒരെണ്ണം എടുക്കട്ടെ? ഉള്ള എന്നെ വെച്ചാ ബർത്ത്ഡേ ആയതുകൊണ്ട് പിന്നെ വിശ്വസിക്കാല്ലേ. ഞാൻ ഏതെടുക്കാൻ വെച്ചാ അതാണ് ആലോചിക്കുന്നത്. ഗൈസ്, ഒറ്റയ്ക്കുള്ള ബർത്ത്ഡേ മൂഞ്ചലാവുമെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത്. മൂഞ്ചലല്ല.
ഞാൻ സത്യം പറഞ്ഞ ഐഫോണ് EMI എടുക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്നായിരുന്നു. എന്നെങ്കിലും എടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നായിരുന്നു. ഞാൻ ബർത്ത്ഡേക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇവര് ഫോൺ എടുത്ത് തരുമോ. ഗൈസ് നമ്മൾ ഫോൺ എടുത്തത് മൈജിന്നാണ്, ലുലുവിന് ഓപ്പോസിറ്റ് ഉള്ള മൈജിന്നാണ്. ഗൈസ് മൈജിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ ഗൈസ് ഇതിനകത്ത് ഓഫർ കിടക്കുന്നു. ഓഫർ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് എടുത്ത്. എല്ലാ പ്രോഡക്റ്റ്സും ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് നല്ല റേറ്റ് കുറച്ച് കിട്ടി. പിന്നെ ആരെങ്കിലും എടുക്കാതിരിക്കുമോ? പൊട്ടിക്കെട്ടാ, ഞാൻ മുട്ടി നിൽക്കുന്നു, ഞാൻ പൊട്ടിക്കെട്ടാ. എന്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ഫോൺ കിട്ടിയല്ല, ഞാനല്ല പൊട്ടിച്ചത്. എനിക്ക് കേക്കിനകത്ത് ആരെ കൊണ്ട് വെച്ചതിനെ. ഞങ്ങളുടെ ഗാംഗിൽ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഐഫോൺ കിട്ടിയത് എനിക്കാണ്. ഞാനാണ് ഐഫോണിന്റെ തുടക്കം ഇട്ടത്. അത് ഞാൻ തന്നെ തീർക്കാൻ പോകുന്നത്. പൊളിച്ചല്ലേ. ഞാൻ ഈ കളറിനാണ് എടുത്തത്, നാച്ചുറൽ ടൈറ്റാനിയം. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഫുൾ ഒറ്റയ്ക്കായിരുന്നു, ആനി പോലും ഇല്ലായിരുന്നു. അപ്പൊ ആനിക്കൊരു പണി കൊടുക്കണ്ടേ? പണിയൊന്നുമല്ല ഗൈസ്, എനിക്ക് ഫോൺ മേടിച്ച കാര്യം ആനിക്ക് അറിയത്തില്ല. അപ്പൊ അത് ജോസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാം ആനിയെ വിട്ട് എനിക്ക് സർപ്രൈസ് തരാനുണ്ട്. അപ്പൊ ഞാൻ നല്ല രീതിയിൽ കിടന്ന് അഭിനയിക്കാം. ആനിയാക്കി എന്നെ സർപ്രൈസ് ചെയ്യണം, ആനിയെ പറ്റിക്കാൻ ഗൈസ്. ഒരു മനസ്സുഖം തുടങ്ങിയാലോ? ഇവിടെ വെച്ച് കൊടുക്കണോ വീട്ടിൽ വെച്ച് കൊടുക്കണോ? വീട്ടിൽ വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, ആനി എന്നെ സർപ്രൈസ് ചെയ്യും. എൻ്റെ അഭിനയം നോക്കിക്കോ. എന്റെ അഭിനയം എങ്ങനെയുണ്ടായി പറ? ഓസ്കാർ റോളല്ലേ? ഞാൻ ചെറുതായിട്ട് വിശ്വസിച്ചായിരുന്നു. എങ്കിൽ നിനക്കില്ല ഈ ഫോണ്. ഞാൻ നിങ്ങൾ വിളിച്ചപ്പോ കുറച്ച് നേരം ലാഗ് അടിച്ചിരുന്നില്ല. ഞാൻ ഒരുമാതിരി ഞാൻ എന്താ പറയും എനിക്ക് പെട്ടെന്ന് ചിരി വന്നാലോ. എനിക്കറിയാമാ, ഇതൊന്നും എനിക്കറിയാമാ. നിന്നെ പറ്റിക്കാൻ തന്നെ ഞാൻ എടുത്ത് തന്നെ പ്ലാൻ ചെയ്തത്, ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തത്. ഈവനിങ് ആണ് പ്ലാൻ ചെയ്ത്, ഈവനിങ് പറ്റിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ ആ സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പറ്റിക്കാന്ന് വിചാരിച്ചു. മര്യാദയ്ക്ക് അവിടെ തിന്നോണ്ടിരുന്ന എന്റെ അടുത്ത് വന്നിട്ട് അഭിനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് അതെങ്ങനെയെങ്കിലും അവൻ അറിയാതെ കൊടുക്കണം. പ്ലാൻ ചെയ്ത് ഈ ഒന്ന് തലയിൽ വരാതെ അവിടെ കൊണ്ട് വയ്ക്കാനെന്നൊക്കെ പ്ലാൻ ചെയ്ത്. എന്റെ അഭിനയം എങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. പോരായിരുന്നു, എനിക്ക് കഴിവില്ലാത്തോണ്ട് ഞാൻ കണ്ടുപിടിച്ചില്ല. പക്ഷേ ഇനി ഷോർട്ട് ബ്ലോഗ് ഒക്കെ എല്ലാം ഡെയിലി വന്നോളാം, അതിനാണ് ഫോൺ എടുത്തിരുന്നത്. നിങ്ങളെല്ലാം ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് അവര് എപ്പോഴും കട്ടയ്ക്കാണ് നിക്കണ്. 1 മില്യൺ അടിക്കണ്ടേ? അതിന് നീ വീഡിയോ ഇടണ്ടേ? ഞാൻ വീഡിയോ ഇടാതെ നിങ്ങൾക്ക് 1 മില്യൺ അടിക്കാൻ തരാൻ പറ്റില്ല. വീഡിയോ ഇടുന്നതായിരിക്കും. ആനിയെ പറ്റിച്ച വീഡിയോ ഇത്രേ ഉള്ളൂ. എന്റെ ബർത്ത്ഡേ വീഡിയോ അല്ല, ആനിയെ പറ്റിച്ച വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പറ്റിക്കലായിരുന്നു, വേണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചു ഗൈസ്, സ്വന്തം ബർത്ത്ഡേ ഒറ്റക്കിടുന്ന് ഈ സാധനം ഞാൻ, അതാണ് കഴിവ്. നീ ഒരു കാര്യം ആലോചിച്ചു, അതാണ് കഴിവ്. ഈ സാധനം ഞാൻ മേടിച്ചിട്ട് ഞാൻ തന്നെ കാറിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ തന്നെ സർപ്രൈസ് ആവുന്നു. എന്റെ ബർത്ത്ഡേ മൂഞ്ചി വെച്ചാ എനിക്ക് ഇങ്ങനെ ആരും ഇല്ല, ദേഷ്യമായിരുന്നു. അതൊക്കെ ബർത്ത്ഡേ എന്റെ അഭിനയം എങ്ങനെയുണ്ട് ഗൈസ്? ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും ജോസേട്ടന് മാത്രമേ ഉള്ളൂ ബർത്ത്ഡേക്ക്. ഫസ്റ്റ് ടൈമാണ് വെച്ചാൽ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ അച്ഛന് മാത്രം, അല്ലെങ്കിൽ ഇത്ര നാളും എന്റെ ബർത്ത്ഡേക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, എന്നാൽ ഞാൻ മാത്രം. ആനി പോലും ഇല്ല ഗൈസ്. സർപ്രൈസ് എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അതാണ് നമ്മുടെ വെറൈറ്റി. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇത് എനിക്കറിയാം. ഞാൻ തന്നെ കേക്ക് മേടിച്ചിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ കഴിക്കുന്നു. നീയാ കേക്ക് വാങ്ങിച്ച്? എന്റെ ബർത്ത്ഡേ 21 വയസ്സ് ഗൈസ്, 21 ലീഗലി അപ്രൂവ്ഡ്. ഇന്ന് തൊട്ട് ഞങ്ങള് അഭിന് മാട്രിമോണിയിൽ പേര് കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുന്നു. കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാൻ പറ്റുമല്ല, 21 വയസ്സ്. ക്രിസ്ത്യൻ മാട്രിമണി, മുസ്ലിം മാട്രിമണി, ഹിന്ദു മാട്രിമണി, എല്ലാ മാട്രിമണിയും. അപ്പാ സെറ്റാക്കില്ല? അതെ, അഭിൻ ചേട്ടന് 21 വയസ്സ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ അഭിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഏത് കളർ കേക്ക്? നിങ്ങൾക്കുള്ളതാണ്. എല്ലാരും ആ കാണിക്ക്. നിങ്ങൾ എടുക്കണേല് കുറച്ച് കൂടി ഡിസൈൻ എന്നോട് എടുക്കണേ. എന്റെ അവസ്ഥ ആലോചിച്ചു ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ലൈഫിൽ. ഒരു ദിവസം നീ ഒറ്റയ്ക്ക്, നീ ലൈഫിൽ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടി വരും. അന്നൊക്കെ ഞങ്ങൾ പോലും കാണത്തില്ല. അപ്പൊ നീ എന്ത് ചെയ്യും? മനസ്സിലാവണം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബൈ. വേണ്ടായിരുന്നു.